അതും പിണറായി തന്നെ വരാൻ സാധ്യത. അത് മൂപ്പരൊരു ഇതാണ്, ഒരു ഭയങ്കര ആൾ തന്നെയാണ്. ഈ രാജാക്കന്മാർ ഭരണകാലത്തുള്ള ആ ഒരു സിസ്റ്റം മാടമ്പിയാണിത്. പേടിയുടെ ആവശ്യമുണ്ടോ? പല ചോദ്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരും മനസ്സിൽ വെക്കേണ്ടതില്ല. ആരാണ് എന്നുള്ളത് നോക്കാതെ തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പറ്റും. അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ് മറുപടി കിട്ടുന്നുണ്ട്. കരുത്തനായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങളെ ഭയമാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ചോദ്യങ്ങളെ ചോദിക്കാവൂ, അതിന് ഉത്തരം പറയാവൂ എന്ന്. പക്ഷേ അതിന് കൃത്യമായി തന്നെ പാർട്ടി ചാനലും പാർട്ടി പത്രമൊക്കെ അത് ചോദിച്ചു, മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി മറ്റുള്ള പത്രക്കാരെ അവഹേളിക്കുക, അല്ലെങ്കിൽ അവരെ എന്ത് പറയാനായിട്ട് വെറുതെ അപമാനിക്കുന്നതിന് തുല്യം എന്ന് തന്നെ പറയാം. പക്ഷേ അത് പറയുമ്പോഴും അതൊരു പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ എല്ലാ പത്രക്കാരും വേണം എന്നുള്ളത് കൊണ്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ വിളിച്ചു കൂട്ടിയത്? അതോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി നമുക്ക് പിന്നീട് തരാം എന്നെങ്ങാനും മനസ്സിൽ കരുതിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എന്തായാലും അദ്ദേഹം ചോദ്യങ്ങളെ ഭയപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെ ഒരു ഓപ്പൺ സംവാദത്തിന് വിളിച്ചിട്ടും ഇതുവരെ അതൊരു കൺഫേം ആയിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും നമുക്കറിയാവുന്നുള്ള മുഖ്യനെന്ന് പറയുമ്പോഴത്തേക്ക് കരുത്തനായ, ഏത് ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന, ഏത് ചോദ്യത്തിനും മറുപടി നൽകാൻ കഴിവുള്ള, അല്ലെങ്കിൽ ആരെയും ഭയക്കാത്ത ഒരു മുഖ്യനെയാണ് നമുക്കറിയാവുന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തെന്നുള്ളത് ഇനി തെരഞ്ഞെടുപ്പ് അടുത്തിട്ടാണോ അറിയില്ല. ഇതിനുള്ള ചോദ്യം, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് മറുപടി സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് നൽകേണ്ടത്. നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടു നോക്കാം. നമ്മുടെ പിണറായി വിജയൻ ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരാളാണോ? ഭയപ്പെടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പാർട്ടി ചാനലിനും പാർട്ടിയുടെ പത്രത്തിനും മാത്രമേ മറുപടി കൊടുക്കുന്നുള്ളൂ, മറ്റു പത്രക്കാർക്കൊന്നും മറുപടി ഇല്ല. എന്താണ്, അപ്പം ഭയമാണോ? എനിക്കറിയാൻ പാടില്ല. ഇല്ല. അല്ല, ചേട്ടന് അറിയാമെന്നുള്ള പിണറായി എങ്ങനെയാണ്? കുഴപ്പമില്ല, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുന്ന ഒരാളാണ്, പേടിയില്ലാത്ത ഒരാളാണ് അല്ലേ? അതെ. അപ്പോൾ വരുന്ന ഭരണം ആരുടേതായിരിക്കും എന്നുള്ളതാണ്? അതും പിണറായി തന്നെ വരാൻ സാധ്യത. പിണറായി തന്നെയാണ് വരാൻ സാധ്യത. ചേട്ടനും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാ? നമുക്ക് പെൻഷനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓ, അത് ശരി. തന്നെ അത് മൂപ്പരൊരു ഇതാണ്, ഒരു ഭയങ്കര ആൾ തന്നെയാണ്. അല്ല, നമ്മുടെ സതീശൻ, വി.ഡി. സതീശൻ വരെ ഓപ്പൺ സംവാദത്തിന് വരെ തയ്യാറാകുന്നുണ്ട് വിളിച്ചിട്ട്. മുഖ്യമന്ത്രിക്ക് അതിന് താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളെ ഭയന്നിട്ടാണോ എന്നുള്ളത്? ചോദ്യങ്ങളെ ഭയന്നിട്ടില്ല. അതിന് സമയം വരുമ്പോൾ മറുപടി പറയൂ എന്നുള്ളതാണ് ഒരു സംവാദം. ആ, അത് എന്തുകൊണ്ടെന്നുള്ളതാണ്. സമ്മേളനം നടന്നപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. അത് അങ്ങയുടെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ ശരീരത്തിൽ അലിയും ചേർന്നു. കാര്യം ഇപ്പം എവിടെ ചെന്നാലും ഈ ഒരു സംസാരമേ ഉള്ളൂ. അതെ, ജനങ്ങളെല്ലാം വേറെ ബുദ്ധികളാക്കിയുള്ള സംസാരം. കാരണം ഇന്നലെ തന്നെ ചാനലുകാരെ എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ പാർട്ടി പത്രത്തിനും പാർട്ടിയുടെ ചാനലിനും മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുള്ളൂ, മറ്റുള്ളവർക്ക് ഇല്ല. ഓപ്പൺ സംവാദത്തിന് വി.ഡി. സതീശൻ വിളിച്ചിട്ട് പോലും അദ്ദേഹം പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ മറ്റേ ഈ രാജാക്കന്മാർ ഭരണകാലത്തുള്ള ആ ഒരു സിസ്റ്റം മാടമ്പിയാണിത്. അങ്ങനെ തന്നെ പറയാം. അതായത് പുള്ളി പറയുന്നു, മറ്റുള്ളവർ അതനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു ജനങ്ങളോടുള്ള ആ ഒരു ഇത് ചിലപ്പം ഭരണത്തിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ഉണ്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഭരണം? ഏതായാലും ഇദ്ദേഹം അല്ല, ഉറപ്പാണ്. ജനങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ചോദ്യത്തിനൊന്നും പേടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒഴിഞ്ഞു മാറ്റം? ഈ ഇലക്ഷൻ അല്ലേ, സമയം വരുമ്പോൾ തിരിച്ചടിക്കാന്നുള്ളതായിരിക്കും. അല്ല, ഞാൻ പിന്നെ പേപ്പർ പിന്നെ കണ്ടത് അദ്ദേഹം പിന്നെയും തിരിച്ചു വന്നു എന്നാണ്. തിരിച്ചു വന്നിട്ടും വേറെ മറുപടി പറഞ്ഞിട്ടില്ല ഇവർക്ക്. അല്ല, അപ്പൊ അത് പേടിയാണോ ജനങ്ങളുടെ, അല്ലെങ്കിൽ പത്രക്കാരുടെ? തോന്നിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മറുപടി കൊടുക്കാനൊരു പിന്നീട് കൊടുക്കാമെന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ സമയക്കുറവായിരിക്കാം. എന്തായാലും മറുപടി ഉണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട്. തീർച്ചയായിട്ടും ഇലക്ഷനൊക്കെ കഴിയട്ടെ എന്ന് കരുതിയിട്ടുണ്ടായിരിക്കും. മുഖ്യമന്ത്രിയല്ലേ, മറുപടി കാണണമല്ലോ. അതെ, മറുപടി പറയണം എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് നമ്മളും കണ്ടതാണ്. അപ്പൊ അത് പേടിച്ചിട്ടാണോ എന്നാണ് നമ്മുടെയും ചോദ്യം. ഇത്രയും വലിയ പേടിയുടെ ആവശ്യമുണ്ടോ? അറിയില്ല. ഇല്ല, ഉറപ്പാണ്. ചേട്ടൻ എങ്ങനെയാ തോന്നുന്നത്? പുള്ളി ഈ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത്? പുള്ളി എല്ലാ കാര്യത്തിനും കയറി മറുപടി പറയുന്ന ഒരു സ്വഭാവക്കാരനല്ല. അങ്ങനെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് വലിയ വാല്യൂ കൽപ്പിക്കുന്ന ആളല്ല.
അതെ, ചോദ്യം അദ്ദേഹത്തിനും കൂടെ തോന്നണം. അദ്ദേഹത്തിനോട് തോന്നണം മറുപടി പറയേണ്ടുന്ന സബ്ജക്റ്റാണ്. ഇങ്ങനെ പറയും, അല്ലെങ്കിൽ പുള്ളിക്ക് പറയണമെന്ന് താല്പര്യമില്ല. ഇങ്ങനെ പലരും ഇങ്ങനെ പലതും ചോദിക്കും. അതിനെല്ലാം നടന്ന് പറയേണ്ട ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിന് മറുപടി പറയാൻ പുള്ളിക്ക് താല്പര്യമില്ല. അല്ല, ഇത് പത്രക്കാരെ എല്ലാവരും വിളിച്ച് അവിടെ അവരെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് അവർക്ക് ചോദ്യം ചോദിക്കാം. 3 ചോദ്യത്തിന് ഉത്തരം പറയുള്ളൂ എന്നും പറഞ്ഞിരുന്നു. പുള്ളി അതേ കണിശക്കാരനാണല്ലോ, പല കാര്യത്തിലും ഇതേ കണക്കാണല്ലോ പുള്ളിക്ക് പറയുന്നത്. അതിനകത്ത് അപ്പുറം വന്നു കഴിഞ്ഞാൽ പുള്ളി അപ്പോൾ സ്കൂട്ടാവും എന്നുള്ളതാണ്. അല്ല, ഈ 3 ചോദ്യവും ചോദിച്ചത് പാർട്ടിയുടെ പത്രവും പാർട്ടിയുടെ ചാനലുമാണ്. അവർക്ക് മറുപടി കൊടുത്തു. അത് അവർ പ്ലാൻഡായിട്ട് വരുന്നതായിരിക്കും. അതിനകത്ത് ഇപ്പം നമ്മൾ കോമണായിട്ട് അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ടടുത്ത് പറയും. പറയാം. അത് ചോദ്യം നേരത്തെ അറിയാവുന്നത് കൊണ്ട് അവർ ഇന്നതേ ചോദിക്കത്തോളം എന്നറിയാം. അപ്പം അവരുടെ ആൾക്കാർ വരുമ്പോൾ നമ്മളിപ്പോൾ 2 പേരോടെ സെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇന്നതൊക്കെ എന്നാൽ പിന്നെ അവരെ മാത്രം വിളിച്ചിരുത്തി ഒരു സംവാദമൊക്കെ നടത്തിയ പോലെ എന്നുള്ളതാണ്. ഈ ഒരു പേര് വരത്തില്ലല്ലോ, പത്രസമ്മേളനമൊന്നും വരത്തില്ല. പേരിന് വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കത്തില്ല. പേരിന് വേണ്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അല്ല, ഇത്തരത്തിലുള്ള ഈ ഒരു പെരുമാറ്റമൊക്കെ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് ധർമ്മടത്തെ സ്ഥാനാർത്ഥി. പുള്ളിക്ക് ജനപിന്തുണയുണ്ടല്ലോ, ഉണ്ടെന്നാണ്. ജനപിന്തുണ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തലനുസരിച്ച് പുള്ളിക്ക് ഇതുണ്ട്, ജനപിന്തുണയുണ്ട്. പുള്ളി ഒരു കണിശക്കാരനാണ്. അന്നേരം ആ ഒരു കണിശത്തിൽ തന്നെ പോകുന്നത്. ബാക്കിയുള്ള വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തതിനെ കയറി മറുപടി പറയാൻ നടക്കുന്നത് എന്നുള്ള ഒരു മൈൻഡായിരിക്കും പുള്ളിക്ക്. എന്നെങ്കിൽ തന്നെയും നമ്മളീ പറയുന്ന പണ്ടുള്ളവർ ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഉള്ളിലുള്ളൊരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വത്തിനകത്തുനിന്നുള്ള എല്ലാവരും വരുത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും അത് തീർച്ചയാണ്. അതെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദ്യങ്ങളെ പേടിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന് ചോദ്യങ്ങളെന്നല്ല ഒരു വ്യക്തികളെയും അദ്ദേഹം അങ്ങനെ പേടിക്കാറില്ല. കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കാറുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ പല ചോദ്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആരും മനസ്സിൽ വെക്കേണ്ടതില്ല, ചോദിക്കാനുള്ള ധൈര്യം വേണം. കൃത്യസമയത്ത് ചോദിക്കുന്നില്ല. പക്ഷെ ചോദിക്കുന്നതിനൊന്നും പറയുന്നില്ലല്ലോ അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 3 ചോദ്യങ്ങളാവാം, ആർക്കാണെങ്കിലും 3 ചോദ്യങ്ങളാകാം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. കൃത്യമായിട്ടും അത് പാർട്ടി ചാനലും പത്രവും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബാക്കിയുള്ളവർ കൊടുക്കും. അങ്ങനെയല്ല, കൃത്യമായിട്ടും അതിനൊരു കൃത്യസമയം ഉണ്ടല്ലോ ഒരു വാർത്താ സമ്മേളനത്തിന്. കാരണം ഇലക്ഷൻ്റെ തിരക്കുകളാകുമ്പോൾ ഒരു വാർത്താ സമ്മേളനം കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരാണ് എന്നുള്ളത് നോക്കാതെ തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്നും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പത്രക്കാർക്കും അറിയാം. പക്ഷേ അവർ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ നിലപാടുകളും ചോദ്യങ്ങളും ചോദിക്കണം. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ പറയാം ഉത്തരം. കൃത്യമായിട്ട് അദ്ദേഹം അതിനുള്ള ഉത്തരം. ഓപ്പൺ സംവാദത്തിന് വേണ്ടി VD സതീശൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്നലെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വേദിയും സമയവും പറഞ്ഞാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞാൽ മതി, എവിടെ വേണമെന്നെങ്കിലും ഞാൻ തയ്യാറുണ്ട്. അല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? വാട്സപ്പ് വരെ അദ്ദേഹം ഫേസ്ബുക്കിൽ വരെ ചോദിച്ചിട്ട് എന്നിട്ടും അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നുണ്ട്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹം പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ രീതികളും അവകാശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സതീശൻ സാറിനും അത് പറയാനുള്ള എല്ലാ ഇതും. അല്ല, ഇതിന് 2 ദിവസത്തിന് മുന്നേ നമ്മൾ വേറൊരു വേദിയിൽ ഇരുന്നിട്ട് ഇതേ പാർട്ടിയിലെ ഒരു പ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചും പറഞ്ഞത്, വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. അവിടെയും അത് നമ്മളിപ്പോൾ ഞാൻ കാര്യങ്ങളെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചായ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാനത് നിഷ്പക്ഷമായിട്ടാണ് കരുതുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ഒരു പത്രസമ്മേളനമായിരുന്നു. അന്ന് എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ ഒരു സമ്മേളനമായിരുന്നു. അപ്പോൾ ആ പാർട്ടി സമ്മേളനത്തിൽ ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസ്ഥ, അങ്ങനെയുള്ള ഒരു നമ്മൾ എന്തിനും തയ്യാറായിട്ടാണല്ലോ ഇരിക്കേണ്ടത് അല്ലേ മേഡം. പക്ഷേ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് ചോദ്യത്തിൻ്റെ, പിന്നെ ചോദ്യകർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനാവശ്യമായിട്ട് കയറി ഇടപെട്ടതാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തു. അത് പാർട്ടി പ്രവർത്തകനല്ലേ, അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളും സമീപനമാണ് നമ്മളെ അത്തരത്തിൽ മാറ്റുന്നത്. അദ്ദേഹത്തെ കൃത്യമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ അല്ലെങ്കിൽ ആളുകളെ ആ രീതിയിൽ പൊതുവെ അദ്ദേഹത്തിന് അല്ല അത്തരത്തിലല്ല, അത് നമ്മൾ ഒരു മുൻവിധിയോടുകൂടി കാണുന്നതുകൊണ്ടാണ്. അല്ല, നമ്മുടെ VD സതീശൻ ഒരു ഓപ്പൺ സംവാദത്തിന് വിളിച്ചിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എനിക്കറിയില്ല. അവർ തമ്മിലുള്ള ബന്ധം അല്ലല്ല, അവരൊക്കെ വളരെ അടുപ്പമുള്ളവരല്ലേ. വെറുതെ പറയുന്നുള്ളത് എല്ലാത്തിൻ്റെ കാര്യത്തിലും VD സതീശൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വെറുതെ ഈ പറയുന്നത് നമ്മളാണ് മണ്ടന്മാരല്ലേ. തീർച്ചയായിട്ടും സാധാരണക്കാരായ നമ്മളാണ് ഇത് കേട്ട് അപ്പുറവും ഇപ്പുറവും നിന്ന് അവരൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡിലാണ്. ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൽ ആരായിരിക്കും ഭരണം? തുടർഭരണം ഉണ്ടാകുമോ അതോ ഒരു മാറ്റം ഉണ്ടാകുമോ? തുടർഭരണത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം പിന്നെ ഒരു മന്ത്രിയെക്കുറിച്ച് ഒരു അഴിമതി ആരോപണം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ മാത്രമല്ല
ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പറ്റും. അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ് മറുപടി കിട്ടുന്നുണ്ട്. ഒരു ജപ്തി വന്നു കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട്. ഒരു വർഷത്തെ നിർത്തുന്ന പറഞ്ഞാൽ അപ്പോഴവർ നിർത്തി തരുന്നുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തമായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തുടർഭരണം വരുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റേ ഒരു ആംബിയറായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സത്യമാണ് ആ പറഞ്ഞത്. ശക്തമായൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനോ ഇപ്പം വേറെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും ഒരു ധനകാര്യ വകുപ്പിലാണെന്നുണ്ടെങ്കിൽ ജോസ് എബ്രഹാം, ഞാൻ പേരെടുത്ത് പറയുകയാണ്, ഇതൊക്കെ എത്ര നല്ല മനുഷ്യനാണ്. രാത്രി ഉറക്കത്തിൽ കിടന്ന് വിളിച്ചാലും ഒരു ലേഡിക്ക് ഗൾഫിലിരുന്ന് അവർക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല, അവൾക്ക് വിഷമിക്കുന്നു. 4 സെൻറ്റ് ഭൂമിയേ ഉള്ളൂ, 5 സെൻറ്റ് ഉണ്ടെങ്കിലും ലോൺ കിട്ടുള്ളൂ. ഞാൻ പുള്ളിയെ വിളിച്ച് പറഞ്ഞു, അതിനൊരു എക്സ്ക്യൂസ്, ഒരാളുടെ ജീവിതമല്ലേ നമുക്ക് ശരിയാക്കി കൊണ്ടുവരട്ടെ. പുള്ളി ഉടനെ വിളിച്ച ഡയറക്ടർ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിട്ട് എനിക്കറിയാമെന്നുള്ളത്.